ഇർതകബ്തു അലൽ ഖത്വ, എല്ലാവർക്കും അറിയാലോ, പറയേണ്ട ആവശ്യം കൂടിയില്ല. ഇർതകബ്തു അലൽ ഖത്വ ഗൈറ ഹസ്രിൻ വഅദദ് ലക അശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഒരുപാട് പാപങ്ങൾ ഞാൻ ചെയ്തു, കണക്കില്ലാത്ത പാപങ്ങൾ ചെയ്തു റസൂലെ, അങ്ങയോട് ഞാനിതാ പരാതി പറയുന്നു. ഖുർആനിൽ പരാതികൾ നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? യാക്കൂബ് നബി മകനെ കാണാതെ പരാതി പറഞ്ഞു. ആരിലേക്ക്? അല്ലാഹുവിലേക്ക്. ഖൗലാ ബിൻത് സഅലബ റളിയല്ലാഹു അൻഹാ പരാതിയുമായി വന്നു. ആ പരാതി അല്ലാഹ് കേട്ടു. ഖദ് സമി അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതഷ്തകി ഇലല്ലാഹ്. അല്ലാഹുവിനോട് പരാതിയുമായി വന്ന ഒരു സ്ത്രീ ഖൗലാ ബിൻത് സഅലബ, പരാതികളും പ്രയാസങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും ഒക്കെ അള്ളാഹിന്റെ മുമ്പിലാ. ഇവിടെ പറഞ്ഞ എന്താ? ഒരുപാട് പാപങ്ങൾ ചെയ്തു, അതുകൊണ്ട് പ്രവാചകരെ ഞങ്ങൾ ഇതാ എല്ലാം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്, അങ്ങയോട് പരാതി പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനോട് ഓരോ മൗലിദുകളും മങ്കൂസ് എടുത്താലും യാക്രം ബൈത്ത് എടുത്താലും സ്വലാം ബൈത്ത് എടുത്താലും ഇതൊക്കെ കാണാൻ സാധിക്കും. മങ്കൂസ് മൗലിദിലില്ലേ? യാ സയ്യിദസ് സാദാതി ജിഅ്തുക ഖാസിദാ അർജു ഹിമാക ഫലാം തുഖയ്യിബ് മഖ്സദി. അല്ലയോ പ്രവാചകരെ, സയ്യിദന്മാരുടെ സയ്യിദായ പ്രവാചകരെ, അങ്ങയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ ഇതാ വന്നിരിക്കുകയാണ്. അങ്ങയുടെ സംരക്ഷണം ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ഉദ്ദേശത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയല്ല പ്രവാചകരെ. ഖദ് ഹല്ല ബീമാ ഖദ് അലിംത മിനൽ അദാ വൽളുൽമി വൽളുഫി ശദീദി ഫഅസ്ഇദി. എനിക്ക് ബാധിച്ച പ്രയാസം നിങ്ങൾ അറിയുന്നില്ല റസൂലേ, എനിക്ക് ബാധിച്ച ബുദ്ധിമുട്ട് റസൂലേ നിങ്ങൾ അറിയുന്നില്ലേ? അതുകൊണ്ട് എൻ്റെ ബുദ്ധിമുട്ടിനെ നീക്കി തരണേ, എനിക്ക് സൗഭാഗ്യം നൽകണേ റസൂലേ എന്ന് പറഞ്ഞുകൊണ്ട് മങ്കൂസ് മൗലിദിലൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുമ്പോൾ സഹോദരാ, തെറ്റാണ്, അത് പാടില്ല, അത് നിരോധിക്കപ്പെട്ട കാര്യമാണ്. നിനക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും പറഞ്ഞോ നിന്റെ റബ്ബിനോട്. സമീആയ ഖരീബായ ഗഫാറായ തവ്വാബായ, പൊറുക്കാൻ തയ്യാറുള്ള, ചോദിച്ചോളൂ ഞാൻ തരാമെന്ന് വാക്ക് നൽകിയ റബ്ബ് സുബ്ഹാനഹു വ തആല ഉണ്ടായിരിക്കെ ആ റബ്ബിന് പുറമെ സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും ജന്മദിനത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചൊല്ലുമ്പോൾ ചിന്തിച്ച സഹോദരാ, നാളെ ഒരു പരലോകമുണ്ട്. അല്ലാഹ് ചോദിക്കും, ഉദ്ഉ ശുറകാഅക്കും, ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരും. നിങ്ങൾ പല പങ്കാളികളെയും വിളിച്ച് ദുആ ചെയ്തിരുന്നല്ലോ, കൊണ്ടുവരൂ. അതുകൊണ്ട് സഹോദരാ, ചിന്തിച്ചോ പാടില്ല. ഇനിയോ ശറഫൽ അനാമിൽ കാണാം, ഫജുദ് യാ റസൂലല്ലാഹി മിൻകാ ബിറഹ്മത്തിൻ ലിഅബ്ദിൻ നസീരിൻ ബിദ്ദുനൂബി മുസർബലു. പാപത്തിൽ നിറഞ്ഞു കിടക്കുന്ന ഈ ദുർബലനായ അടിമയോട് അല്ലാഹുവിന്റെ റസൂലേ കരുണ കാണിക്കണേ. ഏതെങ്കിലും ഒരു ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? നിങ്ങൾ അങ്ങനെ ചോദിച്ചോളൂന്ന്, നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചോളൂന്ന്? ഇല്ല. സ്വഹാബികൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. സ്വഹാബികളുടെ നിർദ്ദേശമുണ്ടോ? ഇല്ല. പിന്നെ എവിടുന്ന് വന്നു? കുറേ കൊല്ലം കഴിഞ്ഞപ്പോൾ, ഒരു 800 കൊല്ലം കഴിഞ്ഞപ്പോൾ ചിലവർക്കൊക്കെ തോന്നി ഇങ്ങനെയൊക്കെ ചെയ്യാൻ. അങ്ങനെ പിശാച് ഓതിക്കൊടുത്ത വേദാന്തം അനുസരിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് കൃത്യമായ ശിർക്കിന്റെ വരികൾ കടന്നു വന്നു. സ്നേഹമെന്ന പേരിട്ടു, ജന്മദിനമെന്ന പേരിട്ടു, പ്രവാചകനോടുള്ള മഹബത്ത് എന്ന പേരിട്ട് ഇതൊക്കെ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നു. അതൊക്കെ നമ്മൾ തിരിച്ചറിയുക. ഇതെല്ലാം പൗരോഹിത്യത്തിന്റെ ഭാഗങ്ങളാണ്. നമ്മൾ സ്വലാത്ത് ചൊല്ലണ്ട എന്നല്ല, പ്രവാചകനെ സ്നേഹിക്കണ്ട എന്നല്ല, പ്രവാചകനോട് ആദരവോ ബഹുമാനമോ വേണ്ട എന്നല്ല. നമുക്കതൊക്കെ വേണം. സ്വലാത്ത് നമ്മൾ ചൊല്ലണം. അതിനിപ്പോൾ ഈ ദിവസം വരുന്നും വേണ്ട, അതിന് കുറെ ആളുകൾ കൂടുന്നും വേണ്ട, ചൊല്ലിയ സ്വലാത്ത് പള്ളികൾക്ക് എത്തിച്ചു കൊടുക്കും വേണ്ട, അതവിടെ എത്തും, ആദ്യമേ എത്തും. ഇതൊക്കെ കച്ചവടത്തിന്റെ ഭാഗമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്.